അപ്പോൾ നമ്മളിന്ന് പ്രവർത്തനം വരാൻ പോവാണ്. എനിക്ക് പാൻ കാർഡിനൊന്ന് അപ്ലൈ ചെയ്യണം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം അവധിയുള്ളപ്പം ചെയ്ത് വയ്ക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്നോർത്ത് പോകണം. അപ്പം ആദ്യം എനിക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. ഞാൻ പണ്ട് 10ൽ പഠിക്കുമ്പോഴേ എടുത്തിരുന്ന ആ ഫോട്ടോ കൊണ്ടാട്ടോ ഇപ്പോഴും നടക്കുന്നത്. ഇപ്പം ഞാൻ അന്നൊക്കെ മനസ്സിലാവാതൊക്കെ പോകണ്ടല്ലോ എന്നോർത്ത് ആദ്യം നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ വണ്ടിയുടെ അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ തോട്ടിലെ വെള്ളമൊക്കെ ഇന്നലത്തേക്കാളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും അവധി കൊടുത്തു കഴിയുമ്പോൾ പിറ്റേന്ന് മഴ പെയ്യല്ലാത്തൊരു പ്രത്യേകതരം പ്രതിഭാസമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതുവരെ മഴയൊന്നും ഇവിടെ പെയ്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. ഇന്ന് നമ്മുടെ കൂടെ മാടിനോട് പോരുന്നുണ്ട്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവനെ ഞാൻ എൻ്റെ ക്യാമറമാനായിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചു. നമ്മളിപ്പോൾ ഏതാണ്ട് വണ്ടി കിടക്കുന്ന വീടിൻ്റെ അടുത്തോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള വെയിലും ഇന്നലെ വരെയുള്ള മഴയും ഇന്നത്തെ വെയിലൂടെ നോക്കുമ്പോൾ ഒരു അജഗജാന്തര വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പ്രവർത്തനമൊക്കെ എത്തിയിട്ട് കാണാം. നമ്മൾ പ്രവർത്തനത്തോട്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ. മാറ്റിലുണ്ട്. അപ്പോൾ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വണ്ടി ഓടിക്കാനൊക്കെ പറ്റുമല്ലോ. മഴയായി കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണിലോട്ടും കണ്ണാടിയിലൊക്കെ വെള്ളമായിട്ട് ഭയങ്കര പാടാട്ടോ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. വളരെ മനോഹരമായ റോഡുകളും ഒട്ടും കുഴികളില്ലാത്ത റോഡുകളൊക്കെ ഉള്ള വഴി ആയതുകൊണ്ട് ഭയങ്കര സുഗമമായ ഡ്രൈവിംഗ് ആണ്. ആരോ നടുക്ക് കയറുന്നുണ്ട്. അപ്പൊ നമ്മള് ഉള്ളനാട് കവലയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഉള്ളനാട് നാട് കേട്ടോ. നമ്മുടെ ഇത് ഉള്ളനാട് സ്കൂളാണ്. ഇത് കൊടിയേറ്റും ഒക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേറൊരു വീഡിയോ ആയിട്ട് ഇടാവേ. റാസ കുർബാനയാണ്, അതിൻ്റെ പ്രാക്ടീസും എല്ലാവരും ചേർന്നിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. ഇത് നമ്മൾ ലോങ് ആയിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുമാത്രം ഒന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. ഞാൻ ഇതുവരെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളനാട് ആശുപത്രിയൊക്കെ എത്താറ്. ഇവിടുന്ന് ഞാൻ പണ്ടൊന്ന് വീണ് ആദ്യമായിട്ട് സ്കൂട്ടറിൽ പോയി നല്ല രീതിക്കൊന്ന് വീണ്. ഈ കാണുന്നതാണ് ഉള്ളനാട് ആശുപത്രി. നമ്മൾ കുഞ്ഞിന് എല്ലാ അത്യാവശ്യ അസുഖങ്ങൾക്ക് ആദ്യം പോയി മരുന്ന് വാങ്ങിക്കുന്നത് ഇവിടെ നാട്ടിൽ. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ കുറഞ്ഞില്ലാന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രൈവറ്റിലോട്ടൊക്കെ അധികം പോകാറുള്ളൂ. ആദ്യമേ എല്ലാവരും ഇവിടെ പോയി അത്യാവശ്യം തിരക്കുള്ള അത്യാവശ്യമല്ല നല്ല തിരക്കുള്ള ഇവിടുന്ന് ഒരു 50 മീറ്റർ ഒക്കെ കാണുള്ളൂ പള്ളിയിലോട്ട്. ഉള്ളൂ 50 മീറ്റർ. പ്രവർത്തനം കൊറോണ പള്ളിയിലോട്ടുണ്ട്. നമ്മുടെ പള്ളിയാണ്. അയലിൻ്റെ പേരിലുള്ള പള്ളിയാണ്. നല്ല വലിയ പള്ളിയാട്ടോ. ഈ ഇടയായിട്ട് അതൊന്ന് പുനരുദ്ധരിച്ചാണ് ആ പള്ളിയുടെ ഫ്രണ്ട് കാണിച്ചില്ല. ഇതിൻ്റെ അടുത്ത് ഇതിന്റെ പേരെന്നായിരുന്നു? പാരിഷ് ഹോള്. പാരിഷ് ഹോള്. നമ്മുടെ ഇടവയ്ക്ക് പാരിഷ് ഹോളിലെ അത്യാവശ്യം കല്യാണങ്ങളൊക്കെ ഇവിടെയാണ്. ഇത് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പൊ ഈ കാണുന്ന ഹയർ സെക്കൻഡറി സ്കൂള്, ഇത് ഹൈസ്കൂള്. ഇതാണ് ഹൈസ്കൂള്, ഇത് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രധാനമായിട്ടുണ്ട് കേട്ടോ. പ്രധാന വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് അതാണ്ട് എല്ലായിടത്തോടെയും വെറുതെ ഓടിക്കണ്ടല്ലോ. എടാ ഇത് നമുക്ക് സ്റ്റുഡിയോ വരെ പോകാവേ. ഞാൻ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ ഇതുവരെ ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കാം. സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലെത്തിയിട്ട് ബാക്കി വീഡിയോസ് എടുക്കാവേ. പൈസ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ പൈസ എടുത്തിട്ട് വരുന്ന വഴിയാണ്. ഇപ്പം പൈസ എടുക്കാൻ മറന്നുപോയി. ഫയലെടുക്കാൻ മറന്നുപോയി ഗൈസ്. നമ്മൾ തിരിച്ചു പോയി ഫയലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ പൈസയും ഫയലൊക്കെ എടുക്കാൻ മറന്നുപോയി. വണ്ടിയിൽ
ആ വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന ആ ഒരു വെപ്രാളത്തിൽ എടുക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. നമ്മൾ പക്ഷെ പോയി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റുഡിയോയുടെ അങ്ങോട്ട് പോവാം. പക്ഷേ പ്രസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ പെട്ടെന്ന് സെറ്റാവും കേട്ടോ. സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കാമെന്ന് ഓർത്താണ് ഞാനിരിക്കുന്നത്. അമ്മയുടെ ഫോട്ടോ ഇവിടെ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട്. അപ്പം ഇപ്പം ഞാനിടാം. തിരിച്ച് വന്നതിൻ്റെ തോന്നുന്നു സ്റ്റുഡിയോ തുറന്നിട്ടില്ല. നമ്മളിപ്പം ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ ചോദിച്ചപ്പം ആ ചേട്ടന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ എടുക്കാൻ പോയില്ല. അപ്പോൾ നമ്മളിനി പാൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് അത്യാവശ്യം ഈ അടുത്തുള്ള ഇടമൊക്കെ നടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് അക്ഷയ സെൻറ്ററിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഇതാട്ടോ ആലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യാലയം. ഇതിൻ്റെ ഉള്ളിലായിരുന്നു പണ്ട് അക്ഷയ ഉണ്ടായിരുന്നത്. അത് മാറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നമുക്കപ്പോൾ പോയി നോക്കാം. അപ്പോൾ അക്ഷയ മാറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ. അവിടെ തന്നെയാണ് അക്ഷയ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല. ഇനി അവിടെ പോകുമ്പോൾ എന്താവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ അക്ഷയയുടെ ഉള്ളിലെ വലിയ ക്ലിപ്സൊന്നും അധികം എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പം അവിടുത്തെ ഒന്നും അധികം ക്ലിപ്സ് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊന്നും അധികം എടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വലിയ തിരക്കൊന്നും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ കാർഡിൻ്റെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദാണ്ട് ഒരു 15 മിനിറ്റ് ലാഗ് വന്നു. അത്ര പെട്ടെന്ന് നടന്നു കേട്ടോ. ഇനിയിപ്പം നമുക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. തിരിച്ച് വീട്ടിൽ പോവാം എന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പം ഞാൻ ഇറങ്ങുന്നത്. അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ പോയേക്കാം. പുറത്തിറങ്ങി എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. നമുക്ക് ജേക്കബ് ഹോട്ടലിൽ കയറി. ഇപ്പോൾ ഉച്ചയ്ക്ക് 12:15 സമയമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നൈസായിട്ട് കയറിയിട്ട് എന്താ ചെറുതായിട്ടുള്ളതെന്ന് നോക്കാം. നമ്മളുള്ളിൽ കയറിയിട്ട് മാർട്ടിൻ ലക്ഷ്മൺ എടുത്തേക്കായിരുന്നു. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു പൊറോട്ടയും ഇതുമായിരുന്നു. എന്താ ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടം കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റൊക്കെയുള്ള ഫുഡാണ്. പിന്നെ പൊറോട്ട ചവയ്ക്കാൻ കുറേ സമയം എടുക്കുമല്ലോ, അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ പെട്ടെന്ന് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള പൊറോട്ടയൊക്കെ ആയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ മാറ്റണേ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇതാട്ടോ മിയ ജോർജിന്റെ വീട്. സിനിമ നടി. എല്ലാ വീട്ടിലും തന്നെ റംബൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും വരും. റംബൂട്ടാൻ്റെ സീസൺ ആയല്ലോ. വൈകിട്ടാണ് ഞാൻ കോളേജിലോട്ട് പോകാറുള്ളത്. ഇനി കോളേജ് വീഡിയോസൊക്കെ കോളേജിലോട്ട് പയ്യെ കോളേജ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. കോളേജ് തുറക്കാറാവുന്നു. അടുത്ത ആഴ്ച കോളേജ് തുറക്കും. അപ്പോൾ ഇനി കോളേജ് വീഡിയോസൊക്കെ വരും. നമ്മൾ പ്രവർത്തനം പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. പോയപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഉള്ളനാട് കവല കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ഒരു അമ്പലം ഉണ്ട്. അത് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം കാണിച്ചു തരാം. അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ പുറകാട്ട് ഇപ്പം കാണുന്നത്. ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ഇടയ്ക്ക് കിട്ടി. ഇതാണ് മെയിൻ വഴി, ഭാഗം. ഇവിടെ ഭയങ്കര കട്ടറായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. നാട് വഴി ഫുള്ള് കട്ടറാട്ടോ. ഞാൻ പറഞ്ഞു. ഫുള്ള് കട്ടറ. ഒരു 1.5 കൊല്ലമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അവർ
നന്നാക്കാൻ ഇട്ടായിരുന്നു, അപ്പോഴത്തേനും പാറമട നിർത്തി പോയില്ലേ. ഇനി അങ്ങോട്ട് സൂപ്പർ റോഡാണ്, അടിപൊളി റോഡാണ്. അന്ന് പാറമടക്കാർ നന്നാക്കിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.